നമസ്കാരം. തമിഴ് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. DMKയുടെ വോട്ടുകൾ നേടി വിജയിച്ച കോൺഗ്രസ് ദശകങ്ങൾ നീണ്ട ബന്ധം ഉപേക്ഷിച്ച് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് സർക്കാരുണ്ടാക്കാൻ പിന്തുണ നൽകാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ വെറുതെയല്ല ഈ പിന്തുണ. വിജയ്ക്ക് മുന്നിൽ കടുത്ത നിബന്ധനകളാണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. ഇതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിനും വിജയും തമ്മിലുള്ള ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. TVK പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിലും BJPയുമായി യാതൊരു ബന്ധവും പാടില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ഉപാധി. സർക്കാരുണ്ടാക്കാൻ BJPയുടെയോ NDA സഖ്യകക്ഷികളുടെയോ പിന്തുണ തേടരുത്. പൂർണ്ണമായും മതനിരപേക്ഷ ചേരിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ മാത്രമേ വിജയ്ക്കൊപ്പം കൈകോർക്കൂ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന കോൺഗ്രസിനെ ചുമതലപ്പെടുത്തി. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് വിജയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനമായത്. ഹൈക്കമാൻഡിന് ഈ റിപ്പോർട്ട് നൽകും. BJP പിന്തുണ തേടരുത്, NDA സഖ്യകക്ഷികളുടെ പിന്തുണ തേടരുത് എന്നീ ഉപാധികളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. അതേസമയം ഗവർണർക്ക് വിജയ് പുതിയ കത്ത് നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചെയ്യണമെന്നതാണ് അഭ്യർത്ഥന. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK AIADMK സഖ്യങ്ങളുടെ കുത്തക തകർത്ത് വലിയ വിജയം നേടിയതിന് പിന്നാലെ തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ TVK അധ്യക്ഷൻ വിജയ് കോൺഗ്രസ് പിന്തുണ തേടിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ച വിജയമാണ് വിജയുടേതെന്നും വേണുഗോപാൽ പറഞ്ഞിരുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം യോഗം ചേർന്നിരുന്നു. BJP ഭരണത്തിന് അവസരം നൽകില്ലെന്നും മതേതര സർക്കാരിനാണ് ജനവിധി ലഭിച്ചതെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. TVK പിന്തുണയ്ക്കാണ് കേന്ദ്ര നേതൃത്വത്തിന് താൽപ്പര്യമെന്നും ഇക്കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സംസ്ഥാന ഘടകത്തിന് അധികാരം നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മറ്റു ചില പാർട്ടികളും പുതിയ സർക്കാരിന്റെ ഭാഗമായേക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിജയ് മെയ് 7 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 108 സീറ്റുകൾ നേടിയ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് പിന്നാലെയാണ് TVK മേധാവി വിജയ് മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമരൂപം നൽകുന്നതിനായി ചെന്നൈയിലെ പട്ടിനംപാക്കത്തെ വസതിയിൽ MLA-മാരുടെ യോഗം ചേർന്നത്. 6 പതിറ്റാണ്ടിനിടയിൽ തമിഴ്നാട്ടിലെ വേരൂന്നിയ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തകർക്കപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു TVKയുടെ വിജയം. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോടൊപ്പം 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVKയ്ക്ക് പിന്തുണ നൽകാനുള്ള കോൺഗ്രസ് തീരുമാനത്തിനെതിരെ സഖ്യകക്ഷിയായ DMK പരസ്യമായി തന്നെ രംഗത്ത് വന്നു. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് DMK വക്താവ് ശരവണൻ അണ്ണാദുരൈ ആരോപിച്ചു. DMKയുമായി സഖ്യമുള്ളതിനാലാണ് ഇത്തവണ കോൺഗ്രസിന് 5 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞതെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ സംഭൂജിരാകുമായിരുന്നുവെന്നും ശരവണൻ തുറന്നടിച്ചു. വിജയുടെ പാർട്ടിക്ക് BJPയുമായി രഹസ്യബന്ധമുണ്ടെന്ന് ആരോപിച്ച അദ്ദേഹം BJPയെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിമർശിക്കാൻ വിജയ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ പിന്തുണച്ച ജനങ്ങളെക്കാൾ ഉപരിയായി പ്രധാനമന്ത്രി മോദിക്കാണ് വിജയ് നന്ദി രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ഒരാളെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അധികാര വികേന്ദ്രീകരണത്തെ ചൊല്ലി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസും DMKയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ വിജയുടെ സഖ്യ വാഗ്ദാനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയതാണ് DMKയെ ചൊടിപ്പിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട DMK കോൺഗ്രസ് ബന്ധം ഇതോടെ അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നായിരുന്നു ശരവണന്റെ മറുപടി. തമിഴക രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഈ വാക്പോര് നൽകുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് മാത്രം വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുമാകില്ല. DMK സഖ്യത്തിൽ മത്സരിച്ച CPM, CPI, മുസ്ലിം ലീഗ്, VCK, DMDK കക്ഷികൾക്ക് 2 സീറ്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. കോൺഗ്രസിന്റെ നിലപാട് തമിഴ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ അടിമുടി മാറ്റുമെന്ന് ഉറപ്പാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലും ഈ നീക്കം വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. മുന്നണിയിലെ പ്രധാന കക്ഷികളായ DMKയും കോൺഗ്രസും തമിഴ്നാട്ടിൽ നേർക്കുനേർ വരുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഗുണകരമാകില്ല.